നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണല്ലേ ബാത്റൂം ക്ലീനിങ്ങിൽ ക്ലോസറ്റ് ക്ലീനിങ്. അതിലൊരു തരി പോലും വെള്ളമില്ലാതെ ബാത്റൂമും ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയാലോ. സൂപ്പർ ടിപ്സുകളാണ്, ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് മഴക്കാലം വരുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പഞ്ചസാര കട്ട പിടിച്ചു പോകുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു മരുന്നിൻ്റെ ഭാഗം എടുക്കരുത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പല ടിപ്സുകളും കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വുഡൻ്റെ സ്പൂൺ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താലും മതി. എല്ലാ സ്പൂണും എല്ലാ ടിന്നിലും പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഈ ലിഡില്ലേ, ഈ ലിഡ് നമുക്ക് വുഡിൻ്റെ കിട്ടുമെങ്കിൽ അതും സൂപ്പറാണ് കേട്ടോ. നമ്മൾ ആ ഒരു പാത്രം അതുകൊണ്ട് മൂടി വയ്ക്കുമ്പോൾ ആ ഒരു പഞ്ചസാര കട്ട പിടിക്കില്ല. അതും ഒരു നല്ലൊരു ടിപ്പാണ്, ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ഓരോന്നും വളരെ എളുപ്പത്തിൽ ഓരോ ടിന്നിലാക്കി വെക്കാതെ ഇതുപോലെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനും സ്പേസും ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളത് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി വാങ്ങണം. ഞാനിവിടെ ടാഗ് ചെയ്ത് വെച്ചേക്കാം. ചെറിയ അടുക്കളയുള്ളവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഇതിൽ എന്താണ് പൂപ്പൽ വരില്ലേ, പ്രാണികൾ വരില്ലേ, അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ വരില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കണമുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയൊന്നും വരില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു തീപ്പെട്ടിയുടെ കഷ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കായവും ബേക്കിംഗ് സോഡയില്ലേ അതും കൂടെ നമ്മൾ ഇതാക്കിയിട്ട് ഏതെങ്കിലും ഒരു റോയിൽ ഇട്ട് കൊടുത്താൽ മതി. പ്രാണികളും വരില്ല. അതുപോലെ ഒന്നിൻ്റെ സ്മെല്ല് പിടിക്കും എന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. ഏതെങ്കിലും ഒരു റോയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇന്നയിൽ ഇടണമെന്നില്ല. ഞാൻ നടുവിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലാണ് കായപ്പൊടിയും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മളുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കുറേ ഇട്ടിട്ട് മെഴുക്കൊക്കെ കൂടുതലുള്ള സമയത്ത് നമ്മൾ സോപ്പും വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ചാലും അതിൻ്റെ മെഴുക്കും പോവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്ക്. വിനാഗിരി മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ വിനാഗിരിയുടെ മാത്രം സ്മെല്ലാവുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഫ്രഷ്നെസ് തോന്നൂല. അതുകൊണ്ട് കുറച്ചൊരു കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കണ്ടീഷണർ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കംഫോർട്ടായിരിക്കും കൂടുതൽ നല്ലത്. കണ്ടീഷണർ കുറച്ച് മെൽറ്റാകാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്ന് കഴിയുമ്പോൾ കുറേ മെഴുക്കും അഴുക്കൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് നനഞ്ഞ തുണി കൊണ്ടല്ല, ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ക്ലീൻ ആകും. അതുപോലെ തന്നെ പാറ്റൻ്റെ ശല്യവും ഉണ്ടാവില്ല. മെഴുക്കൊക്കെ നല്ല സൂപ്പറായിട്ട് പോകും. ഒരു തുള്ളി വെള്ളമില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മളുടെ കയ്യിലൊക്കെ ഇതുപോലെ മുള്ളല്ലെങ്കിൽ നമ്മളുടെ ഗ്ലാസ്സൊക്കെ പൊട്ടി കയ്യിലും കാലൊക്കെ നേരിയതായിട്ട് കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പഴുക്കും അല്ലേ. നേരിയ ചൂടുവെള്ളത്തിൽ വിനാഗിരി ഉപ്പ് ഇട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുള്ള് പുറത്തേക്ക് വരും. ആ ഒരു മുള്ള് നമുക്ക് കുത്തിയൊന്നും എടുക്കാതെ തന്നെ നമുക്ക് പഴുക്കയില്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് അനാർക്കലി ഹെയർ ഓയിൽ ഇപ്പോൾ കുറേ വീഡിയോയിലായിട്ട് കാണിക്കുന്നത് നിങ്ങൾ അത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ട്, അത്രത്തോളം ഓർഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസിലും റിവ്യൂ ഒന്നും ഇടുന്നില്ല. ചില വീഡിയോസിൽ ഞാൻ റിവ്യൂ വോയിസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ഓരോരുത്തരും ഇപ്പം നീർക്കെട്ടും തലവേദനയും അസ്വസ്ഥതയുള്ളവരും മേടിച്ചിട്ട് പോലും യാതൊരു കുഴപ്പമില്ലാതെ പിന്നെയും വാങ്ങുന്നുണ്ട്. വാങ്ങിച്ചവർ 3ഉം 4ഉം വെച്ചിട്ടാണ് നെക്സ്റ്റ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ഈ ഒരു എണ്ണേൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുവാനും മുടി കൊഴിച്ചിൽ പോകുവാനും അത് മാറുവാനും അതുപോലെ തന്നെ താരൻ മാറുവാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. മുടി വളരുന്നില്ല, മുടിക്ക് കട്ടിയില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു അനാർക്കലി ഹെയർ ഓയിൽ. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ ചെറുപ്രായത്തിലുണ്ടാവുന്ന നരയൊക്കെ മാറ്റാനായിട്ട് സൂപ്പറാണ് കേട്ടോ. പ്രായത്തിലുണ്ടാവുന്ന നര ഒരിക്കലും മാറില്ല. ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ചെറുപ്രായത്തിലുണ്ടാവുന്ന നര സാവകാശം നമുക്ക് നര മാറി നല്ല മുടി, നല്ല കട്ടിയോടുകൂടിയുള്ള മുടി, നല്ല നീട്ടമുള്ള മുടി, നല്ല ഉള്ളുള്ള മുടി, നല്ല ഉറക്കം കിട്ടുവാനൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല ഉറക്കം കിട്ടും. എത്ര വെട്ടിയാലും പിന്നെയും വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ ഒരു അനാർക്കലി ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് നോക്കൂ. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. മേടിച്ചവർ പിന്നെയും വാങ്ങുന്നതിൻ്റെ രഹസ്യം അതുകൊണ്ട് തന്നെയാണ്. നമ്മളൊരു ഫെയർനെസ് ഓയിലും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ അതും സൂപ്പറാണ്. അത് ഞാൻ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നവരോട് ഞാൻ പറയാറുണ്ട് കേട്ടോ.
അപ്പോൾ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ തന്നെയാണ്. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നല്ല റിലാക്സേഷനും നല്ല ഉറക്കം കിട്ടുവാനും ഈ ഒരു അനാർക്കലി ഹെയർ ഓയിൽ സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് മേടിച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയണേ. അടുത്തായിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇരുമ്പ് ചട്ടിയിലാണ് നമ്മളെപ്പോഴും കല്ലുപ്പ് ചൂടാക്കേണ്ടത് കേട്ടോ, അതാണ് കൂടുതൽ എഫക്റ്റ്. അതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാക്കി നമ്മളിത് പൊടിച്ചെടുത്ത് വെച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ ഇതുപോലെ മഞ്ഞളും അതുപോലെ കല്ലുപ്പും കൂടെ വറുത്ത് പൊടിച്ച് വെച്ച് കറികളിലൊക്കെ നിങ്ങൾ ആ ഒരു ഉപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ തൈറോയ്ഡ് അതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറാൻ നല്ലതാണ്. നമ്മൾ ഉപ്പ് വെയിലത്ത് വെച്ച് ചൂടാക്കി ഉപയോഗിച്ചാലും തൈറോയ്ഡിന് നല്ലതാണ് കേട്ടോ. തൈറോയ്ഡ് ഇട്ട ഉപ്പ് കേട്ടോ, അയോഡിൻ ഉള്ള ഉപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കുമ്പോൾ അയോഡിൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലതാണ് നമുക്ക് ആ ഒരു തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉപ്പ് വറുത്ത് പൊടിച്ച് വെച്ചാൽ കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി അരച്ച് വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് പോകുന്നു, അതിൻ്റെ സ്മെല്ല് മാറുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞളും ഉപ്പും കൂടെ ഉള്ള ആ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അരച്ച് നമ്മൾ ഒരു നുള്ള് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്, കൂടുതലൊന്നും ഒഴിക്കേണ്ട, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 1 വർഷം ഇരുന്നാൽ പോലും അതിനൊരു ഫ്രഷ്നെസ് പോകൂല കേട്ടോ. നമ്മൾ ഗ്ലാസിൻ്റെ ജാറിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, മറ്റേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ഇടരുത് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. സൂപ്പറാണ് കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഈ ഒരു നമ്മളുടെ മഞ്ഞളും കല്ലുപ്പും ഇതാക്കിയത് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറിയിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചാലാണ് നമുക്ക് എളുപ്പമല്ലേ. അതുപോലെ നമുക്ക് ഹെൽത്തിന് പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് കല്ലുപ്പ് മേടിച്ച് ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മളുടെ കുറേ ക്വാണ്ടിറ്റി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാറച്ചൊവ വരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 5 കിലോ 10 കിലോ ഒക്കെ നമ്മൾ മേടിച്ച് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, ഈ ഒരു കല്ലുപ്പും മഞ്ഞളുടെയും മിശ്രിതം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകാനും അതുപോലെ വർഷങ്ങൾ കേടുവരാതിരിക്കുവാനും സൂപ്പറാണ്. അതുപോലെ നമ്മൾ ഈ ഒരു കുരുമുളക് പൊടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് പെട്ടെന്ന് പൂത്തു പോകുക, മഴക്കാലമായാൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ ഒരു കല്ലുപ്പും മഞ്ഞളുടെയും മിശ്രിതം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലമായാലും അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. ഒരു പൂപ്പൽ വരികയോ ഒരു ബാഡ് സ്മെൽ വരികയോ ഒന്നുമില്ല, വിട്ട് നല്ലതുപോലെ തന്നെ കിടക്കും. നല്ല ഒരു റിസൾട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തുമ്മൽ, ജലദോഷം. അതിനും ഈ ഒരു ഉപ്പും മഞ്ഞളും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതിലേക്ക് നാരങ്ങ നീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ആ രാവിലെ എണീക്കുമ്പോൾ തുമ്മലും അതുപോലെ ജലദോഷം വരുന്നതും മാറാൻ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് തണുപ്പ് കാലം വന്ന ഏറ്റവും വലിയ പ്രശ്നം ചൂലിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല്, പുൽച്ചൂലാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ ഒരു ഉപ്പും മഞ്ഞളും കൂടെയുള്ള മിശ്രിതം നല്ലതുപോലെ ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി, എപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ കൊട്ടിക്കൊടുത്ത് ഒരു 5-10 മിനിറ്റ് വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് കൊട്ടിയെടുത്താൽ മാത്രം മതി, അതിൻ്റെ ബാഡ് സ്മെല്ല് പോകും. നമ്മൾ അടിച്ച് വരുമ്പം ആ ഒരു ബാഡ് സ്മെല്ലോട് കൂടി അടിച്ച് വരുമ്പോൾ നമുക്ക് അത്ര ഒരു നീറ്റായിരുന്നൊരു ഫീൽ വരില്ല. അതുപോലെ തന്നെ അത് നല്ല ക്ലീൻ ആകാനും സഹായിക്കും കേട്ടോ. ഇതൊന്ന് ഇതുപോലെ തട്ടിക്കളഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അത് തട്ടിക്കളഞ്ഞ് നല്ലതുപോലെ എടുത്ത് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രഷ് മണം അതിൽ ഉണ്ടാവുന്നതാണ്, അതിൻ്റെ അണുക്കൾ ഇല്ലാതാക്കാനും സൂപ്പറാണ്. ഇനി മഴക്കാലമായ ഉറുമ്പിൻ്റെ ശല്യം വളരെ അധികമാണ് അല്ലേ. അപ്പോൾ നമുക്ക് പൗഡർ, ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആണെങ്കിൽ എടുക്കാം. എന്നിട്ട് ഉപ്പും മഞ്ഞളും കൂടെയുള്ള മിശ്രിതത്തിലേക്ക് നമ്മൾ ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഉറുമ്പ് വരുന്നത് അവിടെ ഇട്ട് കൊടുക്കാം. കുട്ടികളും അതുപോലെ ശ്വാസം മുട്ട്, അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറുമ്പിൻ്റെ ആ ഒരു പൊടിയൊക്കെ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ ഉണ്ടാകുന്നത്. ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് വളരെ സൈഡ് എഫക്റ്റ് വരും. അപ്പോൾ ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഉറുമ്പിനെ ഓടിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്ക്, 100% റിസൾട്ടാണ് കേട്ടോ. അടുത്തതായിട്ട് കല്ലുപ്പൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ച് നോക്കട്ടെ. ഈ മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നമുക്ക്
ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ജോയിൻറ്റ് പെയിൻ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഈ ഒരു കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ജോയിൻറ്റ് പെയിനും മാത്രമല്ല കേട്ടോ, നമ്മളുടെ വായിലുണ്ടാവുന്ന പുണ്ണാകട്ടെ അല്ലെങ്കിൽ പല്ലുവേദന ആകട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു കല്ലുപ്പ് അത്ര സൂപ്പറാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും നിത്യം ഉണ്ടാവുന്ന, അടുക്കളയിൽ എപ്പോഴും എന്ത് സാധനം ഇല്ലെങ്കിലും നമ്മൾ ഉപ്പ് നമ്മളെ അടുക്കളയിൽ ഉണ്ടാവില്ലേ. നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഇത് ചൂടാക്കുന്നതിൻ്റെ കാര്യം അത് കൂടുതൽ എഫക്റ്റാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ ചൂടാക്കുമ്പോൾ അത് കൂടുതൽ ഗുണം കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ചൂടാക്കുക കേട്ടോ. നല്ല ചൂടോടുകൂടി നമ്മൾ നേരിയ തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഈ ഒരു കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് പിന്നെ വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ്. അതിലേക്ക് ഈ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുക. നമ്മളുടെ കല്ലുപ്പും മഞ്ഞളും പൊടിച്ചത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതുപോലെ കല്ല് ഉപ്പായിട്ട് തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അത് കൂടുതൽ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഒരു കിഴി പോലെ കെട്ടാം. നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ജോയിൻറ്റ് പെയിൻ, അതുപോലെ ഉപ്പുറ്റി വേദന, അങ്ങനെ പല 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 ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പെയിൻ കില്ലർ ഒന്നും കഴിക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ടാണ്. ഏതൊരു ജോയിൻറ്റ് പെയിനും, അതുപോലെ മസിൽ പിടിക്കുക, മസിൽ വേദന എടുക്കുക, കാലിൽ ഉപ്പുറ്റി വേദന എടുക്കുക, എവിടെയാണോ നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടും ഉള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വായ്പുണ്ണിന് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന കല്ലുപ്പും മഞ്ഞളും മിശ്രിതം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരിയ ചൂടുവെള്ളം വേണം. പിന്നെ നമുക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ഇല്ലേ, അത് നമുക്ക് എല്ലാ സ്റ്റോറിലും കിട്ടുന്നതാണ്. നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരു നുള്ളു ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വ്യത്യാസമുണ്ട്, അല്ലാണ്ട് നല്ല ഹെൽത്തിന് ബെനിഫിറ്റാണ് കേട്ടോ. നമ്മൾ ഡാൻഡ്രഫൊക്കെ പോകാനായിട്ട് ഇത് ഒന്ന് തലയിൽ മസാജ് ചെയ്താൽ നല്ലതാണ്. അങ്ങനെ പല ഹെൽത്ത് ബെനിഫിറ്റും ഉള്ള സാധനമാണ് ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നേരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വാ കൊപ്പിളിക്കുകയാണെങ്കിൽ വായിലുണ്ടാവുന്ന അൾസർ, പുണ്ണ് ഇവയെല്ലാം മാറ്റാനായിട്ട് നല്ലതാണ്. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാവുള്ളൂ. കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ചെയ്യരുത്. ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി പല്ലുവേദന അസഹനീയമായി എപ്പോഴും വരുന്നു, വായ്നാറ്റം കൂടുതലായിട്ട് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. കുറച്ച് നമ്മളുടെ മഞ്ഞളും കല്ലുപ്പും ചൂടാക്കി എടുത്തതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക. ഗ്രാമ്പൂ ഒന്ന് ചൂടാക്കണം. നമ്മൾ കല്ലുപ്പും മഞ്ഞളും ചൂടായതാണല്ലോ, അപ്പോൾ ഗ്രാമ്പു ഒന്ന് ചൂടാക്കി ചതച്ചെടുക്കുകയോ, കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഇടികല്ലിലിട്ട് നല്ലതുപോലെ ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ പല്ലിൽ എപ്പോഴും ബ്ലഡ് വരിക, അതുപോലെ തന്നെ വായ്പുണ്ണ് എപ്പോഴും വരിക, വായിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമുക്കത് മിക്സിയിലിട്ടാൽ പൊടിഞ്ഞൊന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികൾ, ഇപ്പോൾ 5 വയസ്സ് മുതലുള്ള കുട്ടികളാണെങ്കിൽ ഒരു നുള്ള് മാത്രം ഉപയോഗിക്കാവുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഉപയോഗിക്കരുത്. മുതിർന്നവരാണെങ്കിൽ കുറച്ച് അത്യാവശ്യം ഒരു 1/2 ടീസ്പൂണൊക്കെ എടുക്കാം. ഈ ഒരു പൊടി നമ്മൾ അതിലേക്ക് ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പല്ല് തേക്കുക. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിൽ കൂടുതൽ നിങ്ങൾ എപ്പോൾ ഉപയോഗിക്കരുത്. പല്ലിൻ്റെ ഇനാമലും അതുപോലെ തന്നെയുള്ള പല്ലിൽ ആ ഒരു കോട്ടിംഗ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 2 ദിവസം, മാക്സിമം പോയ 2 ദിവസം. അപ്പോൾ വായ്നാറ്റം മാറുവാനും അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന പഴുപ്പ്, ബ്ലഡ് വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് സൂപ്പറാണ്. ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എപ്പോഴും ചെയ്തുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിൻ്റെ പ്രശ്നം സാവകാശം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. പല്ലിൽ പുഴുവൊക്കെ കയറിയിരിക്കണമെങ്കിൽ ആ പുഴുവൊക്കെ പോകാനും, കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കറ മാറുവാനും ഒക്കെ സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഈ ഒരു ഹോം റെമഡീസൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞു സിമ്പിൾ ടിപ്സുകളാണ് കേട്ടോ. ഞാൻ ഈ ഒരു സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചെയ്യാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതുപോലുള്ള പല്ലിലെ കറകളൊക്കെ മാറാനായിട്ട് സൂപ്പറാണ്. ബ്രഷിൽ ഇതുപോലെ
ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ എല്ലായിടത്തും തേച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് വേണം ബ്രഷ് ചെയ്യാനായിട്ട്. ആദ്യം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മിശ്രിതം വായിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി പാത്രം കഴുകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ, ഇതുപോലെ മെഴുക്കും കറയും ഉള്ള പാത്രങ്ങൾ അധികം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ പാത്രം കഴുകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ആ ഒരു ലിക്വിഡിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കൂ. കുറച്ച് ഉപ്പിടുക മാത്രമല്ല, നിങ്ങൾ ആ വറുത്ത് വെച്ച ആ മഞ്ഞളുടെ മിശ്രിതം ഇട്ട് കൊടുത്താലും അണുക്കൾ നശിപ്പിക്കുവാനും, പാത്രങ്ങളിലുള്ള അല്ലെങ്കിൽ കുറേ ക്വാണ്ടിറ്റി പാത്രം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മണം, ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവൂലേ, എല്ലാം കൂടെ കഴുകുമ്പം അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് കളയുവാനൊക്കെ സൂപ്പറാണ് കല്ലുപ്പോ, അല്ലെങ്കിൽ നമ്മൾ കല്ലുപ്പായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. പൊടിയുപ്പിനേക്കാളും കൂടുതൽ നല്ലത് കല്ലുപ്പായിരിക്കും. എത്ര കറ പിടിച്ചതാണെങ്കിലും മീനിൻ്റെ സ്മെല്ലാകട്ടെ എന്തിൻ്റെ സ്മെല്ലാണെങ്കിലും പോകാനും നല്ലതാണ്. കറകൾ എളുപ്പം പോകാൻ നല്ലതാണ്. അടിപിടിച്ച പാത്രം കഴുകാൻ എളുപ്പമാണ്. ഇത് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു സൂത്രം അതെപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും എപ്പോഴും നമ്മൾ ഈ ഒരു ഉപ്പിട്ട് പാത്രം കഴുകേണ്ട കാര്യമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ കുറേ പാത്രങ്ങളും കുറേ മെഴുക്കും മീനിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്ത സൂപ്പറാണ്. നമുക്ക് ആ ക്ലീനിങ് പണി എളുപ്പമാക്കാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ജോലി ഭാരം കുറക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് വളരെ ശരിയല്ലേ, സ്ത്രീകൾക്ക് ഈ ഒരു ജോലിയുടെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ ഓരോ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലും ഭയങ്കര വലിയ ജോലിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ട്രിക്കുകൾ ഉപയോഗിക്കുക. അടുത്തായിട്ട് ക്ലോസറ്റ് കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈല് കഴുകാനും ഒരച്ചൊക്കെ കഴുകണ്ട, അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് കഴുകിയെടുക്കാനും സാധിക്കും. ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി 1-2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റാണ് കേട്ടോ. പേസ്റ്റ് ഞാൻ ഇന്നിപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. അത്രയൊന്നും ഇടേണ്ട, ഒരു നുള്ളു മാത്രമേ ഇട്ടാൽ മതി കേട്ടോ. പുതിയ ട്യൂബായതുകൊണ്ടാണ്, അത്രയൊന്നും വേണ്ട, ഒരു ഭാഗം ഇട്ടാൽ മതി ഇതിൻ്റെ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ, നല്ലതുപോലെ. അപ്പോൾ അത് നല്ല പതഞ്ഞു വരും. എന്നിട്ട് ഈ ഒരു മിശ്രിതം നമുക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പേസ്റ്റ് ഇത്തിരി കൂടിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇത്രയും എടുക്കാറില്ല. നമ്മളുടെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളുടെ അടുക്കളയുടെ ആ ഒരു ഇത് നമ്മളെ ഭിത്തിയില്ലേ, നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും തെറിക്കുകയൊക്കെ ചെയ്യും. ഒരു തുള്ളി വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് കോട്ടൺ തുണിയിൽ ഇത് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ആവശ്യമില്ല. സൂപ്പറായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. ഒരു തുള്ളി വെള്ളമില്ലാതെ തന്നെ നമുക്കിത് ക്ലീനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. നല്ല ക്ലീൻ ആകുകയും ചെയ്യും, ബാഡ് സ്മെല്ലും പോവും, സൂപ്പറായിട്ട് കിടക്കും കേട്ടോ നമ്മൾ കിച്ചൺ. അതുപോലെ തന്നെ ബാത്റൂമിൽ ടൈലും അതെ കേട്ടോ, നമ്മൾ വോൾ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ ആ ഒരു സൂത്രം തന്നെ ചെയ്താൽ മതി. പല രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ക്ലോസറ്റ് ക്ലീൻ ആക്കാനും, ക്ലോസറ്റിൽ നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കാതെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ക്ലീൻ ആകും. പെട്ടെന്ന് അഴുക്കും പിടിക്കൂല. ഇത് ഒഴിച്ചൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. തലവേദന പിടിച്ച പല ജോലികളും വളരെ എളുപ്പമാക്കാൻ പറ്റിയ കിടിലൻ ടിപ്സുകളല്ലേ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.